പൊന്നൂസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു കൂമ്പ് തോരൻ ഉണ്ടാക്കിയാലോ? വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും, എന്നാലും ഞാനിത് ഇവിടെ വെക്കുന്നതുകൊണ്ട് ആക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം വേണ്ടത് നമ്മൾ കൂമ്പ് വേണം. അത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടെ വേണേ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇനി നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതെല്ലാം കൂടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കേട്ടോ. ഇത് നമ്മളൊന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, നന്നായിട്ട് അരയ്ക്കണ്ട, ഒതുക്കി എടുക്കുക. ഇതുണ്ടോ, നന്നായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ അരിഞ്ഞു വെച്ച കൂമ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. അതിന്റെ മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് ആ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ചുണ്ട് തോരൻ. ചിലർ ചുണ്ടെന്ന് പറയും, ചിലർ കൂമ്പെന്ന് പറയും. ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണല്ലോ, അതനുസരിച്ചിട്ട് അവർ പറയും. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ടൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി ഇതാക്കാം. ഒരിത്ര വെള്ളം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ കൂമ്പിൽ തന്നെ വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. പിന്നെ അരിപ്പരയ്ക്കുമ്പം നമ്മൾക്ക് അതിൻ്റെ ഇതുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഇതൊക്കെ ജാറിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചുറ്റിച്ചൊഴിച്ചത്. അപ്പം നമ്മൾ കൂമ്പ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ കടായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ഇത് മുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ തിരുമ്മി വെച്ച കൂമ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ഇതുവരെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തീയിട്ടിട്ട് ഒന്ന് ആവിയെല്ലാം എല്ലായിടത്തും കയറാൻ തുടങ്ങുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റണം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. നമുക്ക് ഇതിൻ്റെ കൂടെ വൻപയർ വേണമെങ്കിൽ വൻപയർ ചേർക്കാം, ചെറുപയർ വേണമെങ്കിൽ ചെറുപയർ ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ഓവർ വെള്ളം ഒന്നും ഒഴിച്ചിട്ട് വേവിക്കരുതേ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇനി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാവേ.
അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ കൈയില്ല. ടാറ്റാ.